നമുക്ക് ബാലിന്റെ കോമഡിയുടെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അച്യുതൻ മിത്രയുടെ അടുത്തേക്ക് വന്നിട്ട് ആ കവറിനകത്തൊന്ന് സ്വർണ്ണം എടുത്ത് കാണിച്ചു കൊടുക്കുവാണ്. നിനക്ക് ഇത് വല്ല കണ്ടുപരിചയം ഉണ്ടോ നോക്കാൻ പറഞ്ഞു. ഒരു നിമിഷം മിത്ര ഇങ്ങനെ അന്താളിപ്പോടെ നിൽക്കുകയാണ്. താൻ പണയം വെക്കാനായിട്ട് കൊണ്ടുപോയ സ്വർണം അതെങ്ങനെ ചെറിയച്ഛന്റെ കൈ വന്നു എന്നൊരു ചിന്തയായിരുന്നു. ഇപ്പൊ നീ മനസ്സിലാലോചിക്കുന്ന എന്താന്ന് എനിക്കറിയാം. ഇതെങ്ങനെ എന്റെ കൈ വന്നല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗോമതി വന്നിട്ട് ചോദിച്ചു, ഇതെന്താ എന്താ മോളെ എന്നൊക്കെ ചോദിക്കാണ്. അത് പിന്നെ അമ്മേ, ഞാൻ ആരിനാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് വന്നു. പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അച്യുതൻ പറഞ്ഞു, എടാ നീ നിന്റെ അച്ഛന് ചേർന്നിട്ട് ഇവളുടെ കയ്യിൽ സ്വർണം പണയം വെക്കാൻ കൊടുത്തിരിക്കുവായിരുന്നല്ലേ. 10-25 പവനുണ്ട് ഇത്. ബാക്കി സ്വർണം എവിടെയാടാ? ഒളിപ്പിച്ച് വെച്ചിരിക്കുവായിരുന്നു ഇത്രയും കാലം അല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആരും പറഞ്ഞു, ദേ വെറുതെ അനാവശ്യം പറയരുത്. ഞാൻ ആരുടെ കയ്യിൽ സ്വർണ്ണമൊന്നും പണയം വെക്കാൻ കൊടുത്തു വിട്ടിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിന്റെ ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇല്ല എടാ, നീയൊക്കെ ഇതല്ല ഇതിലപ്പുറത്തെ കള്ളത്തരം പറയുന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ടാടാ തെളിവ് സാധനം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇത് പണയം വെക്കാനായിട്ട് ഇവിടെ എവിടെയാ കൊണ്ടുവന്നറിയോ? ഏത് ഫിനാൻസ് കമ്പനിയിലാന്ന് നിനക്ക് അറിയാവെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ഒരു അന്താളിപ്പോട് കൂടിയിട്ട് ആരും മിത്രയെ നോക്കുവാണ്. മിത്രയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം കള്ളത്തരമാണ് കാണിച്ചേ. അത് പക്ഷെ കയ്യോടെ പിടികൂടിയിരിക്കുന്നു. ഇങ്ങനൊരു സാഹചര്യത്തില് ഇപ്പൊ ശരിക്കും ആരിനെയും അതുപോലെ തന്നെ അങ്കിളിനെയൊക്കെയാണ് കള്ളന്മാരാക്കിയിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ടെസ്റ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ സ്വർണം ചെറിയച്ഛന്റെ കയ്യിലൊക്കെ എത്തുമെന്നുള്ളത്. ഗോമതി പെട്ടെന്ന് മിത്രയോട് ചോദിച്ചു, എന്താ മോളെ ഇത്? എന്തൊക്കെയാ പറയണത്? അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അത് പിന്നെ അപ്പച്ചി ഞാന്. അച്ഛനും പറഞ്ഞു, വേണ്ട വേണ്ട, കൂടുതൽ ഇനിയിപ്പോ ആരും നാടകം കളിക്കൊന്നും വേണ്ട. ഗോമതി പറഞ്ഞു, വെറുതെ അനാവശ്യം പറയരുത്. മിത്രമോൾ എന്താണോ അങ്ങനത്തെ പരിപാടിയും ചെയ്യത്തില്ല. ഈ സ്വർണം ഞങ്ങൾ കണ്ടിട്ട് കൂടിയില്ല. പിന്നെ എങ്ങനെയാ മിത്രമോൾ അത് പണയം വെക്കാനായിട്ട് കൊണ്ടുവരുന്നേ? കണ്ടിട്ട് കൂടിയില്ല. ചോദിച്ചു നോക്കും മകനോടും അതുപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവിനോടും കൂടെ. മിക്കവാറും നിനക്കും ഇതിനകത്ത് അറിവ് കാണുമെന്ന് പറഞ്ഞു. വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഗോമതി ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും ആരിന് ഏകദേശം ഒരു രൂപം കിട്ടി. മിത്ര ഇത് പണയം വെക്കാനായിട്ട് കൊണ്ടുപോയതായിരിക്കും എന്നൊരു ചിന്ത. അതൊരിക്കലും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ധർമ്മം പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് കടന്ന കൈയായി പോട്ടോ. ഞാനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെയായിരുന്നു പറഞ്ഞേ? ഈ സ്വർണത്തിന്റെ കാര്യത്തില് ഈ സ്വർണം നിങ്ങളുടെ കയ്യിലില്ലാന്നൊക്കെയല്ലേ പറഞ്ഞ ആര്യ. എന്നിട്ടോ? അത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, അമ്മ ഞാൻ വേണ്ട, കൂടുതലൊന്നും പറയണ്ട. ഈ സ്വർണം അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ലേ? അപ്പൊ എന്നോട് പറഞ്ഞ കള്ളത്തരമായിരുന്നല്ലേന്ന് ചോദിച്ചു. അച്ഛനും പറഞ്ഞു, ദേ ഇവരെ കുറിച്ച് നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ ധർമ്മ, ഞാൻ അന്നേ പറഞ്ഞില്ലേ പേരും കള്ളനും കളിയൊക്കെയാ ദേവമംഗലത്തുള്ളതെന്ന്. ഈ സമയത്ത് ആരും സഹിച്ചില്ല. ആരും പറഞ്ഞു, അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. അനാവശ്യം പറഞ്ഞാ നീ എന്ത് ഇടാന്ന് ചോദിച്ചു. വീണ്ടും കയ്യാങ്കളിക്ക് ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മന ഇടയ്ക്കിലേക്ക് കയറി. അപ്പോഴേക്കും അലോ പറഞ്ഞു, വേണ്ട വേണ്ട, കൂടുതൽ കളിക്കണ്ട, അങ്ങോട്ട് മാറി നിക്കടാ. ഇപ്പൊ ആരാടാ നിന്റെ കള്ളത്തരം പിടികൂടിയില്ലേ? നീ എന്തൊക്കെയായിരുന്നു പറഞ്ഞേ? സ്വർണ്ണം എടുത്തിട്ടില്ല, ഏതോ കള്ളം മോഷ്ടിച്ചോണ്ട് പോയെന്ന്. മോഷ്ടിച്ചോണ്ട് പോയ കള്ളൻ ദേവമംഗലത്ത് തന്നെ ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയായിരുന്നു. തെളിവ് സഹിതമല്ലേടാ എന്റെ അച്ഛൻ കൂട്ടിക്കൊണ്ട് വന്നേ. ബാക്കി സ്വർണം എവിടെയാടാന്ന് ചോദിച്ചു. മാരിയായ്ക്ക് ബാക്കി സ്വർണം കൂടെ തന്നു എന്നൊക്കെ പറഞ്ഞു പറയണം. അപ്പോഴേക്കും മിത്ര ഇടപെട്ടു. മിത്ര പറഞ്ഞു, ധ്യാൻ ആവശ്യം പറയരുത്. ആ സ്വർണം ആ സ്വർണം എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് തന്നിരിക്കുന്ന സ്വർണം. അത് ചെറിയച്ഛൻ എന്താ അവകാശം എന്ന് ചോദിച്ചു. എടി, ഇത് കൃഷ്ണമംഗലംകാരുടെ കഷ്ടപ്പാടിന്റെ ബലവാ. അത് ദേവമംഗലത്ത് കൊണ്ട് കൊടുക്കാനുള്ള അല്ലാന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് ബാക്കി സ്വർണം കൂടെ തന്നാണ്. അപ്പൊ നീയും കൂടെ ചേർന്നിട്ടായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞു. സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അതിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. ഈ സമയത്ത് ഇന്ദിരാമ്മ അച്ഛനോട് പറഞ്ഞു, എടാ നീ ഇങ്ങോട്ടേക്ക് വന്നേന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിളിച്ചോണ്ട് പോവാണ്. മിത്രയ്ക്ക് മനസ്സിലായി സ്വർണം പോയെന്നുള്ള കാര്യം. ആ സമയത്ത് ആര്യം മിത്രയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. അപ്പോഴേക്കും ഗോമതിച്ചു, എന്താ എന്താ മോളെ ഈ കേൾക്കണേന്ന് ചോദിച്ചു. ആ സമയം ആര്യം പറഞ്ഞു, സത്യമാണോ? നീ ഇത് പണയം വെക്കാൻ കൊണ്ടുപോയായിരുന്നു എന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ ആര്യ, ഞാൻ ആരിന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ. ഇതൊക്കെ കൊണ്ടാ നിന്നോട് പറഞ്ഞേ എനിക്ക് ആരുടെ സ്വത്തുകൾ കാര്യങ്ങളൊന്നും വേണ്ടെന്ന്. സത്യം പറ, നീ എന്തിനാ ഇത് പണയം വെക്കാനായിട്ട് ഒരുങ്ങിയത്? അത് പിന്നെ ഞാൻ ആരിന് ഒരു ബിസിനസ് നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ. ആ പൈസ ഉപയോഗിച്ച് എനിക്കൊരു ബിസിനസ്സും തുടങ്ങണ്ടെന്ന്. അല്ല, ഇനിയിപ്പൊ ഇതിന്റെ പിന്നെ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടോന്ന് ചോദിച്ചു. മീനാക്ഷി അടുത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് PF നിന്ന് തുക എടുത്ത് തരാന്നുള്ള കാര്യങ്ങളൊക്കെ. സത്യം പറ. അത് കേട്ടപ്പം മിത്ര പറഞ്ഞു, അത് പിന്നെ ആര്യ, ഞാനൊരു കാര്യം പറയുവാണെങ്കിൽ ക്ഷമയോടെ കേൾക്കണം. മീനാക്ഷി അടുത്തോട് ഞാനാ പറഞ്ഞത് ഈ സ്വർണം പണയം വെച്ച് പൈസ കൊണ്ട് തരാന്ന്. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം. ഫിനാൻസ് കമ്പനിയിലേക്ക് പോയതും അവിടെ വെച്ചതും കാര്യങ്ങളല്ല. അപ്പോഴേക്കും ആരിന് കാര്യം മനസ്സിലായി. ആര്യം പറഞ്ഞു, ആ സമയത്ത് ഇയാൾ അവിടെ ഉണ്ടായിരുന്നു തോന്നേ. അയാൾ ആ സ്വർണം നൈസായിട്ട് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നു.
കോമതി പറഞ്ഞു, എന്നാലും മോളെ നീ ഇതെന്ത് പണിയാ കാണിച്ചേ, എന്തൊരു അബദ്ധമാ കാണിച്ചേ, ആരോടെങ്കിലും ഒരു വാക്ക് ചോദിക്കണ്ടായിരുന്നോ, ഇതെങ്ങാനും ബാലേട്ടൻ അറിഞ്ഞ പിന്നെ എന്താവും, ഇപ്പൊ കള്ളന ആരായി, ബാലേട്ടനും ആരിനെയൊക്കെ ആയില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആരും പറഞ്ഞു, എന്നാലും ഇത് വേണ്ടിയിരുന്നില്ല, ഇതൊരു വല്ലാത്ത ചതിയാ, ഇതെനിക്ക് ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമല്ല മിത്രേ, നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നൊക്കെ പറഞ്ഞിട്ട് മിത്രയോട് ദേഷ്യപ്പെടുവാണ്. അതുപോലെ തന്നെ മീനും ഈ കൂടെ ചേരുമെന്നുള്ള കാര്യം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എല്ലാരും കൂടെ ചേർന്നിട്ട് ഇപ്പൊ എങ്ങനെയായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരും ദേഷ്യത്തോടെ കയറിപ്പോയി. ഈ സമയത്ത് ധർമ്മന്റെ അടുത്തേക്ക് അനു വന്നു. അനു വന്നിട്ട് പറഞ്ഞു, മാമ എനിക്ക് തോന്നുന്നില്ല ഒരു കാരണവശാലും ഈ പറയുന്ന സ്വർണം അത് മിത്രയിച്ച് പണയം വെക്കാൻ കൊണ്ടില്ലെന്ന്, ഇതിനകത്ത് എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്, ഒരിക്കലും അത് ആരും ഞങ്ങളുടെ കയ്യിൽ ആ സ്വർണ്ണം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ധർമ്മം പറഞ്ഞു, പിന്നെ എങ്ങനെയാ അവിടെ അച്ഛൻ്റെ കൈ കിട്ടിയത്, ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവരുടെ കയ്യിലുണ്ടായിരുന്നു തോന്നുന്നു, എല്ലാവരും കൂടെ കൂടി പറ്റിക്കുമായിരുന്നു ഇത്രയും കാലം. ഞാനൊക്കെ വെറും പൊട്ടനായി തിരുമണ്ടനായി പോയില്ലേ, ഇത്രയും കാലം അവിടെ ജോലി ചെയ്തിട്ട് ആരുടെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് എനിക്ക് പറ്റിയില്ലോ. അനുവിന് ഭയങ്കര സങ്കടമായിപ്പോയി. അനു മുറി വന്നിരിക്കുമ്പോഴത്തേനും അലോ അങ്ങോട്ട് വന്നു. അലോ വന്നിട്ട് പറഞ്ഞു, ഓ എന്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നേ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആരുടെ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുടുംബത്തിന്റെ 10-100 പവന അവര് പിടിച്ചെടുത്ത് വെച്ച്, എന്നിട്ട് ഇപ്പൊ പതുക്കെ പതുക്കെ നൈസായിട്ട് ഓരോന്നോരോന്ന് നടക്കാൻ തുടങ്ങി. 25 പവനുള്ള എത്തിയിട്ടുള്ളൂ, ബാക്കി പവനുണ്ട്, അല്ല അവിടെ പൂഴ്ത്തി വെച്ചിരിക്കുമായിരിക്കും അല്ലേടിന്ന് ചോദിച്ചു. ഇതൊക്കെ വെച്ചിട്ടായിരിക്കും വേണം നിന്റെ കല്യാണം നടത്താനായിട്ട് ഒരുങ്ങിയത്. അപ്പോഴേക്കും അവന് പറഞ്ഞു, വെറുതെ അനാവശ്യം പറയരുതല്ലോ ഓക്കെ, അതിന്റെ ആവശ്യമൊന്നും എൻ്റെ അച്ഛനില്ലാന്ന് പറഞ്ഞു. പിന്നെ ഇല്ലാഞ്ഞിട്ടാണോടി മിത്രയുടെ കയ്യിൽ അത് പണയം വെക്കാൻ കൊടുത്തു വിട്ടെ, മറിഞ്ഞിരുന്നിട്ട് കരുക്കള് നീക്കൊണ്ടിരിക്കുക, നാണമില്ലാത്ത നിന്റെ അച്ഛനും സഹോദരനും ഒക്കെ. എടി ഇത്രയെങ്കിലും നാണം ഉടുപ്പാണ്ട് ഇങ്ങനെ ചെയ്യുമായിരുന്നോ, മിത്രയെ കൊണ്ട് സ്വർണ്ണം എടുപ്പിച്ചിട്ട് അത് ഇത്രയും കാലം പൂത്തി വെക്കുക, പിന്നീട് പതുക്കെ എല്ലാവരും അതിനെക്കുറിച്ച് മറന്നെന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അത് കൊണ്ടേ പണയം വെക്കാൻ പോവുക, എന്തൊക്കെ അടവുകളാന്ന് നോക്കിയേ, കൊള്ളാം, നല്ല ബെസ്റ്റ് ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ട് അനു അങ്ങോട്ട് പോയി. മിത്രയ്ക്ക് അങ്ങ് അനുവിന് ആകെപ്പാടെ നാണക്കേട് തോന്നി. എന്ത് ചെയ്യാൻ പറ്റും, പക്ഷെ അനുവിന് അതങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയം കഥയൊന്നും അറിയില്ലാതെ മീനാക്ഷി വീട്ടിലേക്ക് വരുവാണ്. മീനാക്ഷി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിയും കൂടെ ഇറങ്ങി ചെന്നു. ഗോമതിയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മീനാക്ഷിക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നീടാണ് ഗോമതി ആ കാര്യങ്ങളൊക്കെ പറയണേ. മിത്രയ്ക്ക് ആകെപ്പാട് ടെൻഷനായിരുന്നു. മിത്ര അതുകൊണ്ട് മീനാക്ഷിനെ വിളിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. മിത്രയെ മീനാക്ഷി 2-3 വട്ടം വിളിച്ചിട്ട് മിത്രയാണ് കോൾ എടുത്തതുമില്ല. മീനാക്ഷിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെ ഒടുവിൽ ഗോമതി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഗോമതി പറഞ്ഞു, എന്നാലും മോളെ നീ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, പാവം എൻ്റെ മോനെ ഇപ്പം എല്ലാവരും കൂടെ ചേർന്നിട്ട് അവനെ കള്ളനാക്കിയില്ലേ. അത് പിന്നെ അമ്മ ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല, ഞാൻ മിത്രയോട് പറഞ്ഞ എങ്ങനെയൊന്നും വേണ്ടാന്ന്, കാരണം വീട്ടിലറിഞ്ഞിട്ടുണ്ടെ പ്രശ്നമാവുന്നു. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ബാലേട്ടൻ ഉൾപ്പെടെ കള്ളനായിരിക്കുന്നത്, ഇനിയിപ്പോ ഇത് ബാലേട്ടൻ അറിഞ്ഞു കഴിയുമ്പോ എന്തൊക്കെ ഭൂകമ്പാളായി വീട്ടിലുണ്ടാകാൻ പോകുന്ന അറിയാവോ. ഇത് കേട്ടപ്പോ മീനാക്ഷിക്കും ഭയങ്കര വിഷമമായിപ്പോയി. ആ സ്വർണത്തിന്റെ കാര്യത്തെക്കുറിച്ച് നേരത്തെ ചോദിച്ചതാ, പക്ഷേ എങ്കിൽ ആ സ്വർണം ഇല്ലാന്നൊക്കെയാ പറഞ്ഞത്. ഇനിയിപ്പോ സ്വർണം പിടികൂടി കഴിഞ്ഞപ്പോഴത്തേനും കള്ളന്മാരായില്ലേ ദേവമംഗലക്കാരൻ മുഴുവനും, ദേവമംഗലക്കാരെ കട്ടെടുത്തെന്നുള്ള ഇതല്ലേ വരുന്നേന്ന് പറഞ്ഞു. ഇതൊന്നും പക്ഷെ ബാലൻ അറിയുന്നുണ്ടായിരുന്നില്ല. ബാലൻ കടയിലായിരുന്നല്ലോ. അങ്ങനെ വൈകുന്നേരം ബാലനും ദേവിയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. വന്ന് കഴിയുമ്പോഴത്തേനുമാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ബാലനെ സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു. ബാലൻ പിന്നീട് ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ മിത്രമുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയാണ്. ഇതിന് സ്വർണം കൊടുത്തതിനും പിടികൂടിയതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം പറയാണ്. എന്ത് ചെയ്യാൻ പറ്റും, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഒരു സാഹചര്യമായി പോയല്ലോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.